ഹായ്, ഞാൻ റിയാസ് ഉബൈദ്. ഒരു മാർച്ച് മാസമാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത്. മാർച്ച് മാസം എന്നാൽ പരീക്ഷയുടെ കാലഘട്ടം കൂടിയാണ്. മാർച്ച് മാസമാകുമ്പോൾ വിദ്യാർത്ഥികളിൽ ആശങ്കയും ഭയവുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ച് തീർക്കുവാൻ പറ്റുമോ, പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് ഓർമ്മ വരുമോ, മറന്നു പോകുമോ എന്നിങ്ങനെ പലതരത്തിലുള്ള ടെൻഷനുകളും ആശങ്കകളും ഭയങ്ങളുമൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ പേടിയല്ല, കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആണ് പരീക്ഷയുടെ വിജയത്തിന് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും പരീക്ഷയിൽ മികച്ച മാർക്ക് നേടുവാൻ സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരീക്ഷ എഴുതുന്ന മുഴുവൻ ആളുകൾക്കും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സിലബസ് പ്ലാനിംഗ് ആണ്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് പുസ്തകത്തിലെ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ എന്ത് ചെയ്യും, വെറുതെ അങ്ങ് വായിക്കും. അത് ശരിയല്ല. ഇതിന് പകരമായിട്ട് 80-20 റൂൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുക. 80-20 റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിജയിക്കുവാൻ പറ്റും. അതായത് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സിലബസിലെ പ്രധാനപ്പെട്ട 20% ഭാഗങ്ങളിൽ നിന്നായിരിക്കും 80% ചോദ്യങ്ങളും വരുന്നത്. ആ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം അത് പഠിച്ചു തീർക്കുക. ഇത് പകുതി ഭാരം നിങ്ങളുടെ തലയിൽ നിന്ന് കുറയ്ക്കുവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഏകാഗ്രത കൂട്ടുക എന്നതാണ്. മണിക്കൂറുകളോളം തുടർച്ചയായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഓർമ്മശക്തി കുറയും, അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് ലോകമെമ്പാടുമുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. അതായത് 25 മിനിറ്റ് പൂർണ്ണ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കുകയും ശേഷം ഒരു 5 മിനിറ്റ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയും ചെയ്യുക. ആ ബ്രേക്കിൽ ഫോൺ നോക്കാതെ കുറച്ച് വെള്ളം കുടിക്കുവാനോ ഒന്ന് നടക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് എക്സർസൈസ് ചെയ്യുവാനോ ഒക്കെ ഒന്ന് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യവും ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയാറുമുള്ള ഒരു കാര്യമാണ്, വായിക്കുമ്പോഴെല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷേ പിന്നീട് ചോദിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്ന്. ഇതിനുള്ള പരിഹാരമാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുസ്തകം അടച്ചു വെക്കുക. എന്നിട്ട് പഠിച്ച കാര്യം സ്വന്തം വാക്കുകളിൽ ഉറക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. മറ്റൊരാൾക്ക് അല്ലെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കുന്നത് പോലെ നിങ്ങൾ ആക്ട് ചെയ്യുക. ഇത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സംഗതിയാണ്. വെറുതെ 10 വട്ടം നിങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഗുണം എന്ത് ചെയ്യും, ഇത് ചെയ്യും നിങ്ങൾക്ക്. നാലാമത്തെ കാര്യം ഉത്തരക്കടലാസ് എങ്ങനെ ഭംഗിയായി അവതരിപ്പിക്കാം എന്നുള്ളതാണ്. പരീക്ഷ എഴുതുമ്പോൾ വലിയ രീതിയിൽ ഒരു എസ്സേ രീതിയിൽ എഴുതാതെ പോയിന്റുകളായിട്ട് എഴുതുവാൻ വേണ്ടി ശ്രമിക്കുക. പ്രധാനപ്പെട്ട വാക്കുകൾക്ക് അടിവര ഇടുക. സയൻസ്, സോഷ്യൽ സയൻസ് പോലെയുള്ളവർക്ക് ആ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരു ഡയഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. നിങ്ങളുടെ അറിവ് എത്രത്തോളം വ്യക്തമായി എന്ന് ടീച്ചർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്യും, ഇത് നിങ്ങളെ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയും ചെയ്യും. അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു ടിപ്പാണ്, പരീക്ഷ ആളിനുള്ളിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കണം എന്നുള്ളത്. ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ആശങ്കപ്പെടാതെ ആദ്യം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. ഒരു ചോദ്യം അറിയില്ല എങ്കിൽ അതിൽ കുടുങ്ങിക്കിടക്കാതെ അതിനുവേണ്ടി സമയം കളയാതെ അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പോവുക. ഇടയ്ക്ക് ടെൻഷൻ തോന്നിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് കണ്ണടച്ച് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് പരീക്ഷയിൽ പകുതി ജയിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് പരീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിലെ അവസാനത്തെ കാര്യമല്ല. ഇതിൽ ഓവർ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യും, മറന്നു പോകും. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് എന്ത് ചെയ്യുക, പരീക്ഷ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ പരീക്ഷ പേടി ഉണ്ടാകത്തില്ല. നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുക, ബാക്കിയെല്ലാം തനിയെ വന്നോളും. എല്ലാവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.